ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് സോണോഫിൻ്റെ ഒരു ബേസിക് മോഡലായിട്ടുള്ള വൈഫൈ സ്മാർട്ട് സ്വിച്ചാണ്. ഇതിന് ഏകദേശം റേറ്റിംഗ് വരുന്നത് 1999 MRP വരുന്നത്. നിങ്ങൾക്കിത് ആമസോണിൽ നിന്ന് ഏകദേശം 890-895 രൂപേൻ്റെ ഇടയിൽ അവൈലബിൾ ആണ്. സോ ഞാനിതും ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഇത് ഇങ്ങനെയാണ്. ഇവിടെ ഒരു ബട്ടണുണ്ട്, പുഷ് ബട്ടണുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ന്യൂട്രൽ ലൈൻ ഇൻപുട്ടുണ്ട്, അതുപോലെ ലൈന് ന്യൂട്രൽ ഔട്ട്പുട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കറക്റ്റ്. അപ്പോൾ സ്ക്രൂ ടെർമിനലാണ് ഇവർ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ രണ്ട് സൈഡും സ്ക്രൂ ടെർമിനൽ തന്നെയാണ്. അപ്പോൾ നിങ്ങളിവിടെ ഇൻപുട്ട് AC കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ കൂടെ ഔട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, EV ലിങ്ക് എന്നെങ്ങാണ്ടാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഏതൊരു ഹോം അപ്ലയൻസസും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ മാക്സിമം ആംബിയർ എന്ന് പറയുന്നത് 10 ആംബിയർ വരെ താങ്ങും. ഇത് ഇൻപുട്ട് 100 to 240 വോൾട്ട് AC 10 ആംബിയർ വരെ താങ്ങും. സോ മാക്സിമം നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ ഈ ഒരു സാധാരണ ബേസിക് മോഡൽ മതി. സാധാരണ ഒരു വൈഫൈ സ്വിച്ചിൻ്റെ ആവശ്യം നമുക്കുണ്ടോ എന്ന് പലരും ആലോചിക്കുന്നുണ്ടാവും. സത്യത്തിൽ ഈ ഒരു വയർലെസ് സിസ്റ്റം നമുക്ക് ആവശ്യം തന്നെയാണ്. ഇപ്പം ഞാനിപ്പോൾ ഇത് ബൈ ചെയ്തിട്ടുള്ളത് എൻ്റെ ഒരു വൈഫൈക്ക് വേണ്ടിയിട്ടാണ്. ഒരു ഹോട്ട്സ്പോട്ട് ഉണ്ട്. അപ്പോൾ ആ ഹോട്ട്സ്പോട്ട് ഞാൻ കുറച്ച് മേലെയാണ് വെച്ചിട്ടുള്ളത്, റൂമിൻ്റെ വേറൊരു നിലയിലാണ് വെച്ചിട്ടുള്ളത്. അത്യാവശ്യം എനിക്ക് ആക്സസ് ഇല്ലാത്തൊരു സ്ഥലത്താണ് ഞാൻ എൻ്റെ റൗട്ടർ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ റൗട്ടർ എനിക്ക് എപ്പോഴും പോയിട്ട് ഓഫാക്കുക ഓണാക്കാനൊന്നും പറ്റാറില്ല. സാധാരണ ഇടി വെട്ടുന്ന സമയത്ത്, അതുപോലെ നല്ല മഴയുള്ള സമയത്തൊക്കെ പോയിട്ട് ഓഫാക്കുക കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ ഒരു വൈഫൈ സ്മാർട്ട് സ്വിച്ച് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മൊബൈലിലോട്ട് കണക്ഷൻ കിട്ടും. അപ്പോൾ അവിടെ ഓഫാക്കാനുള്ളൊരു ബട്ടണൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ നമുക്ക് ആക്ഷൻ എടുക്കാനായിട്ട് സാധിക്കും. ഇതിനു മുമ്പ് ഞാൻ ഉപയോഗിച്ചിരുന്നത് സോണോഫിൻ്റെ R3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയൻ്റ് ആയിരുന്നു. ഇതിനേക്കാളും കുറച്ചും കൂടെ നല്ല സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് സോണോഫ് R3. അത് ഏകദേശം 10 ആംബിയറിൻ്റെ മേലെ 15 ആംബിയറാണെന്ന് തോന്നുന്നത്, 15 ആംബിയർ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ കാലമായി കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പവും ഇതുവരെ വന്നിട്ടില്ല. ഔട്ട്പുട്ടിൽ നിങ്ങളുടെ ഏതാണോ അപ്ലയൻസൻസ് കണക്ട് ചെയ്യേണ്ടത് അതിലോട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒരു എക്സ്റ്റൻഷൻ ബോക്സ് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇതിനു വേണ്ടി വാങ്ങി വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, എക്സ്റ്റൻഷൻ ബോക്സും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാനുവലായിട്ട് ഇതിൽ ഓഫാക്കുകയും ഓണാക്കുകയും ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വൈഫൈയിലൂടെ ഈ സ്വിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാക്കുകയും ഓണാക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സിംഗിളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ പലർക്കും ഇഷ്ടമായിട്ടുണ്ടാവും, പലർക്കും ഇതിനെപ്പറ്റി ഐഡിയാസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ചെറിയൊരു ഐഡിയ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.